തമിഴ് ബീഹാറിലെ അവസാനഘട്ട വോട്ടെടുപ്പും പൂർത്തിയായി കഴിഞ്ഞു. 5 മണി വരെ 67.14% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഇനി രാജ്യം ഉറ്റുനോക്കുന്നത് എക്സിറ്റ് പോളുകളിലേക്കാണ്. എക്സിറ്റ് പോളുകൾ ഓരോന്നായി വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 സെഗ്മെന്റിലും, അതായത് ആദ്യത്തെ ഘട്ടത്തിലും രണ്ടാമത്തെ ഘട്ടത്തിലും ബീഹാർ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. അപ്പോൾ ഇതെന്തിന് സൂചനയാണ്? സ്വാഭാവികമായിട്ടും ഒരു പോളിംഗ് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി അതൊരു ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനമാണ് എന്നൊക്കെയാണ് ഇവിടുത്തെ ബുദ്ധിജീവികളൊക്കെ വിലയിരുത്തുക. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നത് KP ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന 2 എക്സിറ്റ് പോളുകളാണ് ഇപ്പോൾ പ്രധാനമായും പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. അതിൽ പീപ്പിൾ പൾസ് പ്രവചിക്കുന്നത് NDAക്ക് 133 മുതൽ 159 വരെ സീറ്റുകൾ നേടും എന്നാണ്. വലിയ മുന്നേറ്റം തന്നെയാണ്, സംശയമില്ല എന്ന് അരക്കിട്ട് ഉറപ്പിച്ച് പറയുകയാണ്. അതായത് ഒരു ടൈറ്റ് ടു ടൈറ്റ് ഫൈറ്റിന് പോലും ഇവിടെ മഹാഗഠബന്ധന് ഒരവസരവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള അവകാശവാദങ്ങളാണ് ഇന്ത്യ സഖ്യം നടത്തിയിരുന്നത്. മാധ്യമങ്ങളടക്കം അത്തരത്തിലുള്ള പ്രചാരണങ്ങളാണ് അഴിച്ചുവിടുന്നത്. പക്ഷേ ആ കേരളത്തിലെ മാധ്യമങ്ങൾ നമുക്കറിയാലോ, കാരണം അത് നമുക്ക് പിന്നീട് അത് പറയാം. എന്തായാലും 133 മുതൽ 159 സീറ്റുകൾ വരെയാണ് പീപ്പിൾസ് പൾസ് പ്രവചിക്കുന്നത്. മഹാഗഠബന്ധൻ ഇന്ത്യ സഖ്യത്തിന് 75 മുതൽ 101 സീറ്റുകൾ വരെ മാത്രം. JSPക്ക്, അതായത് നമ്മുടെ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് ഏതാണ്ട് 0 മുതൽ 5 സീറ്റ് വരെയാണ് പീപ്പിൾസ് പൾസിന്റെ പ്രവചനം. 2 മുതൽ 8 വരെ സീറ്റുകൾ മറ്റ് സ്വതന്ത്രർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 133 മുതൽ 159 എന്നൊക്കെ പറയുമ്പോൾ KP അത് ഒരു മാസീവ് വിക്ടറി, അതായത് വലിയൊരു നേട്ടം കൈവരിച്ച് തന്നെയാണ്. വലിയ ഭൂരിപക്ഷം തന്നെ ഇന്ത്യ ഉറപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് തന്നെയാണ് ഈ സൂചന നൽകുന്നത്. അതെ, ഇത് 2 പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉണ്ട്. കാരണം ഇതിൽ 2 ഘട്ടങ്ങൾ, ഒന്നാം ഘട്ടത്തിൽ 65% മുകളിലായിരുന്നു പോളിംഗ് രേഖപ്പെടുത്തിയത്. രണ്ടാം ഘട്ടത്തിൽ അത് ഇപ്പോൾ 5 മണി വരെ ഏതാണ്ട് 67%. അതെ, ഇനി ആദ്യഘട്ടത്തിൽ, അതായത് 18 ജില്ലകളിലെ ആദ്യത്തെ 121 സീറ്റുകൾ, അത് വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ തവണ, അതായത് 2020-ലും ഇതേ സമയത്ത് തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യഘട്ടത്തിൽ ഒരു ചെറിയ എഡ്ജ് ഇന്ത്യ സഖ്യത്തിലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ രീതിയിലാണ് തീർച്ചയായും ഒരു ചെറിയ മുൻതൂക്കം തന്നെയാണ് അവർ അവകാശവാദമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചാണക്യ വന്നിരിക്കുന്നു. 130 സീറ്റുകളാണ് NDAക്ക് പ്രവചിക്കുന്നത്. 130 മുതൽ 138 സീറ്റുകൾ വരെയാണ് ചാണക്യ. നമുക്കറിയാം ടുഡേസ് ചാണക്യയുടെ പ്രവചനം എപ്പോഴും 2014 വിസ്മയം തീർത്തവരാണ് ടുഡേസ് ചാണക്യ. അവർ ഇപ്പോൾ ഈ 3 പ്രവചനങ്ങളും ഇന്ത്യക്ക് വ്യക്തമായ, അതായത് 3 KP ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് ഏതാണ്ട് ഇപ്പോൾ പുറത്തു വന്ന 3 പ്രവചനങ്ങൾ. 135 മുതൽ 150 സീറ്റ് വരെ NDA. ഇന്ത്യ സഖ്യത്തിന് 88 മുതൽ 103 സീറ്റുകൾ വരെയാണ്. ജിഷുവിലേക്ക് പോകണം. ഒപ്പം നമുക്ക് നമ്മുടെ ഒപ്പം തന്നെ ഐസൻ ജോസും ഗൗതം അനന്തനാരായണൻ കൂടി ചേരുന്നുണ്ട്. ഗൗതം, ആദ്യത്തെ 3 എക്സിറ്റ് പോളുകൾ വന്നിരിക്കുകയാണ്. ടൈംസ് നൗ കൂടി വന്നിരിക്കുകയാണ്. KP 135 മുതൽ 150 സീറ്റുകൾ വരെ. ആദ്യം ഗൗരവത്തിലേക്ക് പോകുന്നു. നമുക്ക് ജിഷ്ണുലേക്ക് അല്ല, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജിഷ്ണു, കനത്ത പോളിംഗ് ആണ് ഈ 2 ഘട്ടത്തിലും രേഖപ്പെടുത്തിയത്. പക്ഷേ ഇപ്പോൾ പുറത്തു വന്ന 3 എക്സിറ്റ് പോളുകളിലും 130 സീറ്റ് കുറഞ്ഞിട്ടില്ല. അതായത് ഈ NDA സഖ്യത്തിന് ഈ വന്ന 3 എക്സിറ്റ് പോളുകളിലും 130 സീറ്റ് കുറവില്ലാതെയാണ് കൃത്യമായി തന്നെ പ്രവചിക്കുന്നത്. ജിഷ്ണു ബീഹാറിന്റെ ഹൃദയഭാഗങ്ങളിലൂടെ ഓരോ സ്ഥലങ്ങളിലൂടെ അപ്പൊ സ്വാഭാവികമായിട്ട് ജിഷ്ണുവിനത് പറയാൻ സാധിക്കും. ഇതേപോലെ ആയിരിക്കുമോ നമുക്ക് എന്താണെന്ന് അറിയില്ല എന്തായാലും വരാൻ പോകുന്നത്. എന്തായാലും നിലവിലെ പ്രവചനങ്ങളൊക്കെ NDAക്ക് ഒരു വലിയ വിജയം. സുരേഷ്, ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ NDAക്ക് ഭരണ തുടർച്ചയാണ് സൂചന നൽകുന്നത്. മികച്ച പോളിംഗ് ആദ്യഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും റെക്കോർഡ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ, അതായത് 2020 ആകെ പോളിംഗ് 57% ഒന്നാം ഘട്ടത്തിൽ, ഇത്തവണ ഒന്നാം ഘട്ടത്തിൽ 65%, രണ്ടാം ഘട്ടത്തിൽ ഈ 5 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം 67% വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഭരണവിരുദ്ധ വികാരമാണ് എന്നൊരു പ്രചാരണം ഇന്ത്യ മുന്നണി നടത്തിയിരുന്നെങ്കിലും അതല്ല എന്നുള്ളതാണ് എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏറ്റവും ആദ്യം പുറത്തു വന്ന പീപ്പിൾസ് സർവേ വ്യക്തമാക്കുന്നത് 159 വരെ, അതായത് 133 മുതൽ 159 വരെ NDA നേടും എന്നുള്ളതാണ്. 122 എന്ന മാന്ത്രിക സംഖ്യയാണ് 243 അംഗ ബീഹാർ നിയമസഭയിൽ ഭരണം നേടുന്നതിന് ആവശ്യമുള്ളത്. അത് കടന്നുകൊണ്ട് 133 വരെ 159 വരെ NDA നേടും എന്ന് വ്യക്തമാക്കുന്നു. ഒപ്പം ടൈംസ് നൗ 135 മുതൽ 150 വരെ സീറ്റുകൾ NDA നേടും. അതായത് വളരെ കൃത്യമായ മെജോറിറ്റിയോടുകൂടി NDA ഭരണ തുടർച്ച. ഏറ്റവും ഒടുവിലത്തെ സർവേ ഫലം കൂടി പുറത്തു വന്നിരിക്കുകയാണ്. 147 മുതൽ 167 വരെ സീറ്റുകൾ
167 KP 167 വരെ സീറ്റുകൾ NDA. അങ്ങനെയാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഗംഭീര വിജയം. അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. ജിഷ്ണു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് പിന്നാക്ക മേഖലകളിലൊക്കെ തീർച്ചയായും പറഞ്ഞാൽ കുറച്ചുകൂടി ഉൾനാടൻ ഗ്രാമങ്ങൾ, അവിടെയൊക്കെയാണ് ഏറ്റവും വലിയ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജിഷ്ണു, ശമ, തീർച്ചയായും ഇന്ന് രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂരിപക്ഷം മണ്ഡലങ്ങളും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടും ഗ്രാമീണ മേഖലകളുമാണ്. ഇവിടെ രാവിലെ മുതൽ വൈകിട്ട് വരെ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരുന്നു. റെക്കോർഡ് പോളിംഗ്. ഒപ്പം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളും നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും വിലയിരുത്തുമ്പോൾ നമ്മൾ നേരത്തെയും ചൂണ്ടിക്കാട്ടിയിരുന്നത് NDA അതിശക്തമായ പ്രചാരണം നടത്തി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികസനവും ബീഹാറിൽ കൊണ്ടുവന്ന മാറ്റവും. മറുവശത്ത് RJD തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിയിട്ടുണ്ട്. അവർക്ക് 60 മുതൽ 70 വരെ സീറ്റുകൾ ലഭിക്കും എന്നുള്ള അഭിപ്രായ സർവേകൾ ഉണ്ടായിരുന്നു. അവർ അതിശക്തമായ പോരാട്ടം നടത്തിയിട്ടുണ്ട്. പരമ്പരാഗത യാദവ് വോട്ടുകൾ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ, ഗോപാൽഗഞ്ച് ഉൾപ്പെടെയുള്ള മേഖലകൾ, ഇവിടങ്ങളിൽ RJD അതിശക്തമായി തന്നെ മുൻപോട്ട് വരും. 65 വരെ സീറ്റുകൾ അവർ നേടും. പക്ഷേ ഇന്ത്യ മുന്നണിക്ക് പറ്റിയിട്ടുള്ളത് കോൺഗ്രസിനും ഇടതു പാർട്ടികൾക്കും RJDക്കൊപ്പം ഓടിയെത്താനോ ജനപിന്തുണ നേടിയെടുക്കാനോ സാധിക്കാത്തതാണ് ഇന്ത്യ മുന്നണിയുടെ ഈ തകർച്ചയ്ക്ക് കാരണമാവുക എന്ന വിലയിരുത്തൽ നേരത്തെ തന്നെ ബീഹാറിൽ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടിയിരുന്നു. അത്തരത്തിലുള്ള വിലയിരുത്തലുകളും പുറത്തു വന്നിരുന്നു. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പരിശോധിക്കുമ്പോഴും നമുക്ക് അത് തന്നെയാണ് വേഗത്തിൽ ഒന്നുകൂടി വായിക്കുകയാണ്. KP, ഒന്നുകൂടി ഞാൻ വായിക്കുകയാണ്. ഇതുവരെ പുറത്തു വന്നതിൽ മാട്രിക്സ് IANS മാട്രിക്സ് പ്രവചിക്കുന്നത് 147 മുതൽ 167 സീറ്റുകൾ NDA സ്വന്തമാക്കും. 70 മുതൽ 90 വരെ സീറ്റുകളാണ് ഇന്ത്യ സഖ്യം നേടുക. JSPക്ക് ഒരു സീറ്റ് പോലും അവിടെ ലഭിക്കാൻ സാധ്യതയില്ല. മറ്റുള്ളവർ 2 മുതൽ 6 വരെ സീറ്റുകൾ. പീപ്പിൾസ് പൾസ് പ്രവചിക്കുന്നത് 130 മുതൽ 159 സീറ്റുകൾ വരെ NDA സ്വന്തമാക്കിക്കൊണ്ട് ഭരണ തുടർച്ചയിലേക്ക് പോകും. 75 മുതൽ 101 സീറ്റുകൾ മാത്രമേ ഇന്ത്യ സഖ്യത്തിന് കിട്ടുകയുള്ളൂ. പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് ഒരു 5 സീറ്റ് കിട്ടിയാലായി എന്നാണ് അവർ ചാണക്യ അതുകൂടി വേഗത്തിൽ 130 മുതൽ 138 സീറ്റുകൾ വരെ NDA സ്വന്തമാക്കി ഭരണ തുടർച്ചയിലേക്ക് പോകും. അവർ മാത്രമാണ് ഒരു 100 സീറ്റെങ്കിലും ഇന്ത്യ സഖ്യത്തിന് പ്രവചിക്കുന്നത്. നമുക്കിപ്പോൾ ഗൗതം അനന്തനാരായണൻ ടൈംസ് നോ കൂടി ഒന്ന് വായിച്ചിട്ട് പോവാം. ടൈംസ് നോയിൽ 135 മുതൽ 150 സീറ്റുകൾ വരെയാണ് ടൈംസ് നോ പ്രവചിക്കുന്നത് NDAക്ക്. 88 മുതൽ 103 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യത്തിന്. ഒപ്പം ഒരേ ഒരു സീറ്റ് വേണമെങ്കിൽ JSP കിട്ടുമെന്ന് കരുതുന്നുണ്ട്. അപ്പം ഇതുവരെ വന്ന എല്ലാ എക്സിറ്റ് പോളുകളിലും NDA മാത്രം. ഇനി ചോദിക്കാം. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇതുവരെ വന്ന എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും വ്യക്തമാക്കുന്നത് ഭൂരിപക്ഷം, മൃഗീയ ഭൂരിപക്ഷം, മഹാഭൂരിപക്ഷം NDA സ്വന്തമാക്കും. ഭരണ തുടർച്ച ബീഹാറിൽ NDA ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണല്ലേ? KP ശ്യാമ, അത് തന്നെയാണ്. അതായത് ഈ ഇന്നത്തെ ദിവസം തന്നെ, ഇന്നിപ്പോൾ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചതേ ഉള്ളൂ. ഈ ദിവസങ്ങളിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ ഒരു വലിയ തള്ളിക്കയറ്റം പോളിംഗ് ബൂത്തുകളിൽ നമുക്ക് കാണാമായിരുന്നു. അത് ഒരുപക്ഷേ ഒരു തുടർ ഭരണത്തിനുള്ള വിധിയെഴുത്ത് ബീഹാറിൽ ഉണ്ടാകുന്നു എന്നതിന്റെ സൂചന തന്നെയാണ്. നേരത്തെ അഭിപ്രായ സർവേകൾ ഉണ്ടായിരുന്നു. ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. ഒരു ഏജൻസി കൂടി വന്നിരിക്കുകയാണ്, പോൾ സ്ട്രാറ്റ് ഏജൻസി കൂടി പ്രവചനം നടത്തിയിരിക്കുകയാണ്. NDA 133 മുതൽ 148 സീറ്റുകൾ വരെ സ്വന്തമാക്കും. ഇന്ത്യ സഖ്യം 87 മുതൽ 102 സീറ്റുകൾ വരെ. JSP ഒന്നും തന്നെ കിട്ടില്ല, മറ്റുള്ളവർക്ക് 5 സീറ്റുകൾ വരെ കിട്ടിയാലായി. തുടരാം. 133, 148. അത് തന്നെയാണ് ശ്യാം. അതായത് ഇപ്പോൾ ഓരോ ഈ എക്സിറ്റ് പോളുകളും വരുന്ന ഘട്ടത്തിൽ ഈ മുഴുവൻ എക്സിറ്റ് പോളുകൾ, ഇപ്പോൾ ടൈംസിനും ആകട്ടെ, ചാണക്യ, പീപ്പിൾസ് പൾസ്, അതോടൊപ്പം തന്നെ മെട്രിക്സ് IANS, JVC പോൾ, ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഒരു തുടർ ഭരണം അവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ബീഹാറിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നില്ല. മറിച്ച് നിതീഷ് കുമാറും BJPയും നേതൃത്വം നൽകുന്ന, അല്ലെങ്കിൽ JDUവിൻ്റെയും BJPയുടെയും നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ ഭരണം ബീഹാറിൽ തുടരുമെന്ന സന്ദേശം നൽകുന്നതാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്ന ഓരോ എക്സിറ്റ് പോളിൻ്റെയും കണക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ടൈംസ് നൗവിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ NDA അവിടെ 135-നും 150-നും ഇടയിൽ സീറ്റുകൾ നേടും എന്ന് പ്രവചിക്കുകയാണ്. അതിൽ ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ മഹാഗഡ്ബന്ധൻ 88-നും 103-നും ഇടയിൽ ഒതുങ്ങിപ്പോകുമെന്ന് ടൈംസ് നൗ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ചാണക്യയിലേക്കൊന്ന് പോകാം. കാരണം പലപ്പോഴും വളരെ കൃത്യമായിട്ടുള്ള ഈ എക്സിറ്റ് പോളുകൾ നടത്തുന്ന ഒരു ഏജൻസിയാണ് ചാണക്യ. അത് നമ്മൾ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അതിനുശേഷം നടന്നിട്ടുള്ള 2015 ബീഹാർ തെരഞ്ഞെടുപ്പിലുമൊക്കെ മറ്റ് മാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞ കണക്കുകൾക്ക് വിപരീതമായി ചാണക്യ പറയുകയും അത് കൃത്യമാവുകയും ഒക്കെ ചെയ്തിരുന്നു. ചാണക്യയുടെ കണക്ക് NDA 130 മുതൽ 138 വരെ, മഹാഗഡ്ബന്ധൻ 100 to 108 എന്നുള്ളതാണ്. പീപ്പിൾസ് പൾസ് നേരത്തെ ശ്യാമും KPയും ചൂണ്ടിക്കാണിച്ചിരുന്നു. NDA 133, 159. അവിടെ ഇന്ത്യ സഖ്യം 75-നും 101-നും ഇടയിൽ ഒതുങ്ങുകയാണ്. അതായത് ഈ പുറത്ത് വരുന്ന
ഒരു എക്സിറ്റ് പോൾ പോലും ഇന്ത്യ സഖ്യത്തിന് അല്ലെങ്കിൽ മഹാഗഡ്ബന്ധന് ആശ്വസിക്കാൻ കഴിയുന്ന ഒന്നും നൽകുന്നില്ല. അവിടെ കൃത്യമായി NDAയുടെയും BJPയുടെയും വലിയ മുന്നേറ്റം ബിഹാറിന്റെ മണ്ണിൽ ഉണ്ടാവുകയാണ്. 167 സീറ്റുകൾ വരെയൊക്കെ NDAക്ക് പ്രവചിക്കുന്നുണ്ട്. 167. എനിക്ക് തോന്നുന്നത് ഈ രാഹുൽ വെള്ളത്തിൽ ചാടിയത് വെറുതെയായി. വോട്ട് ചോരി എന്ന് പറഞ്ഞ് നാടായ നാട് മുഴുവൻ കുതിരേനെയും കൊണ്ട് നടന്നത് വെറുതെയായി. അങ്ങനെ പറയേണ്ടി വരുമോ? അത് അത്ഭുതമില്ലല്ലോ ശ്യാമ. അത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ബീഹാറിലും അതിൽ മാറ്റമില്ല. കാരണം ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ സീറ്റുകൾ നമ്മൾ ഒരു അടുത്ത നിമിഷത്തിൽ നമുക്കിത് ഓരോ പാർട്ടിക്കും കിട്ടുന്ന സീറ്റുകൾ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ കോൺഗ്രസ് ചിത്രത്തിൽ പോലും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. ഈ കിട്ടിയിരിക്കുന്ന സീറ്റ് തന്നെ അത് RJDയുടെ ഒരു മുന്നേറ്റമാണ് നമുക്ക് ചെറിയ തോതിലെങ്കിലും കാണാൻ കഴിയുന്നത്. എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസിന് അവിടെ എന്തെങ്കിലും ഒരു നീക്കം നടത്താൻ ബീഹാറിൽ കഴിയുമെന്നുള്ളത്. പീപ്പിൾസ് ക്ഷമിക്കണം, പോൾ സ്ട്രേറ്റിന്റെ ഞാൻ നേരത്തെ പറഞ്ഞു 133 മുതൽ 148 വരെ ഗൗതം. ഇപ്പോൾ ദൈനിക് ഭാസ്കറിന്റെ ഒരു പോളും കൂടി വന്നിരിക്കുകയാണ്. 145 മുതൽ 160 സീറ്റുകൾ വരെ NDA സ്വന്തമാക്കും. 73 മുതൽ 91 സീറ്റുകൾ വരെ മാത്രമേ ഇന്ത്യ സഖ്യത്തിന് കിട്ടൂ. JSP ഒരു നേട്ടവും ഉണ്ടാക്കില്ല. മറ്റുള്ളവരും അവിടെ ഒന്നും തന്നെ ഉണ്ടാക്കാൻ പോകുന്നില്ല. പോൾ സ്ട്രേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു. JVC പോൾ വന്നിരിക്കുന്നു. 135 മുതൽ 150 വരെ സീറ്റുകൾ NDA സ്വന്തമാക്കും. 88 മുതൽ 103 സീറ്റുകൾ വരെ മാത്രമേ ഇന്ത്യ സഖ്യത്തിന് കിട്ടുകയുള്ളൂ. ഒരു സീറ്റ് വരെയെങ്കിലും JSP സ്വന്തമാക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. പീപ്പിൾസ് ഇൻസൈറ്റ് പ്രവചിക്കുന്നത് 148 സീറ്റുകൾ വരെ NDAക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അങ്ങനെ അധികാര തുടർച്ച ഉണ്ടാകുമെന്നാണ്. 87 മുതൽ 102 സീറ്റുകൾ വരെ മാത്രമേ ഇന്ത്യ സഖ്യത്തിന് നേടാൻ കഴിയുള്ളൂ. 2 സീറ്റുകൾ വരെ JSPക്ക് സ്വന്തമാക്കാം. വേണമെങ്കിൽ ഒരു 3, 4, 5 സീറ്റുകൾ മറ്റുള്ളവർക്കും കിട്ടുമെന്ന്. ഗൗതം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് JSPയുടെ ഒരു പെർഫോമൻസ് കൂടി എക്സിറ്റ് പോൾ അനുസരിച്ച് നമുക്കൊന്ന് വിലയിരുത്തേണ്ടി വരും. അതായത് ശ്യാമ, എനിക്ക് തോന്നി JSPക്ക് കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്താൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിയുന്നില്ല. കാരണം പ്രശാന്ത് കിഷോർ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വരുന്നത്. നമുക്കറിയാം, ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്ന നിലയിൽ പ്രശാന്ത് കിഷോർ വലിയ മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ടാകാം. ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന നിലയിൽ പ്രശാന്ത് കിഷോറിനെ സംബന്ധിച്ചിടത്തോളം വിജയവും പരാജയവും ഉണ്ടായിട്ടുണ്ട്. ആദ്യഘട്ടങ്ങളിലൊക്കെ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുന്ന ഘട്ടത്തിൽ പ്രശാന്ത് കിഷോർ ഒരു ഉദയസൂര്യനെ പോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു. അത് മോദിക്കൊപ്പം നിൽക്കുന്ന ഘട്ടത്തിലാണ്. അല്ലാതെ പ്രശാന്ത് കിഷോർ എന്ന വ്യക്തി BJP പാളയത്തിൽ നിന്നോ അല്ലെങ്കിൽ നരേന്ദ്രമോദി എഫക്റ്റിന് പുറത്തേക്ക് വരുന്ന ഘട്ടത്തിൽ പ്രശാന്ത് കിഷോർ കേവലം പ്രശാന്ത് കിഷോർ. എനിക്ക് ഈ നിമിഷം ഗൗതം തോന്നുന്നത് പിണറായി വിജയൻ ശംഖുമുഖം കടപ്പുറത്ത് വെച്ച് പറഞ്ഞ ഡയലോഗാണ്. ഒരു തിര കണ്ടിട്ട് ഒരു കുട്ടി അത് ബക്കറ്റിലാക്കി വീട്ടിൽ കൊണ്ട്, അയ്യോ തിര എന്താ വരാത്തത്. അതാണ് ശ്യാം. അതായത് കടലിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ തിരക്ക് ശക്തിയുള്ളൂ എന്ന് VS അച്യുതാനന്ദനെ വിമർശിച്ചുകൊണ്ട് പിണറായി വിജയൻ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞ ആ ബക്കറ്റിന്റെ രാഷ്ട്രീയം അത് തീർച്ചയായിട്ടും പ്രശാന്ത് കിഷോറിന്റെ കാര്യത്തിലും അത് വ്യക്തമാണ്. അതായത് പ്രശാന്ത് കിഷോർ മോദിക്കൊപ്പം നിൽക്കുമ്പോഴാണ് പ്രശാന്ത് കിഷോറിന് പവർ ഉള്ളത്. അല്ലാതെ പ്രശാന്ത് കിഷോർ ഒറ്റയ്ക്ക് നിന്നാൽ ഒരു വലയവും പ്രശാന്ത് കിഷോറിനൊപ്പം ഇല്ല എന്ന കാര്യം ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അദ്ദേഹത്തിന് സ്വയം മനസ്സിലാക്കും. അദ്ദേഹം രാഷ്ട്രീയ സ്ട്രാറ്റജിസ്റ്റ് എന്ന ജോലി ഉപേക്ഷിച്ചുകൊണ്ടാണ് പൊളിറ്റിക്സിലേക്ക്, സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. ഇനി ഒരുപക്ഷെ അദ്ദേഹത്തിന് സജീവ രാഷ്ട്രീയവും ഉപേക്ഷിച്ച് മറ്റെന്തെങ്കിലും ജോലിക്ക് പോകേണ്ടി വരും എന്ന രീതിയിലാണ് എക്സിറ്റ് പോളുകൾ വരുന്നത്. നമുക്കിപ്പോൾ അത് പൂർണ്ണമായിട്ട് പ്രവചിക്കാൻ കഴിയുകയില്ല. നമുക്ക് നോക്കാം അടുത്ത 2 ദിവസം കഴിഞ്ഞാൽ. രാഹുലിന്റെ ഒരു തിയറി ഓഫ് എക്സിറ്റ് പോൾ ഉണ്ട്. എക്സിറ്റ് പോളിൽ ഹരിയാനയിൽ ഞങ്ങളായിരുന്നു മുമ്പ്, പക്ഷെ ഞങ്ങൾ ജയിച്ചില്ലല്ലോ എന്നൊക്കെ ചോദിക്കാൻ ചിലപ്പോൾ